അപ്പോൾ ഒരു എട്ടുകാലി മമ്മൂഞ്ഞായി ട്രംപ് മാറുകയാണ് എന്ന് തന്നെയാണ് പറയുന്നത്. കാലുകൾ എട്ടേ ഉള്ളൂ എന്നത് മാത്രമാണ്. അതിൽ കൂടുതൽ കാലുകളുള്ള ഒരു ഒരു മോണോലിത്തായി ട്രംപ് സ്വയം പൊസിഷൻ ചെയ്യുന്നു. പരിഹാസ കഥാപാത്രമാകുന്നതിന് ചിലർക്കൊക്കെ പറ്റും. പാകിസ്ഥാന് വിഡ്ഢിവേഷം കെട്ടാം, പക്ഷേ ഡൊണാൾഡ് ട്രംപിന് എത്രത്തോളം വിഡ്ഢിവേഷം കെട്ടാനാവും എന്നതൊരു ചോദ്യചിഹ്നമായി മാറി. അതുകൊണ്ടാണ് ക്ലെയിംസ് ഉക്രൈൻ യുദ്ധം താൻ അധികാരത്തിൽ വന്നാൽ കേവലം 24 hours ഐ ഷാൽ സോൾവ് ദ ഇഷ്യൂ എവിടെ തുടർന്ന് നിൽക്കുകയാണ്. ഇപ്പം പുടിൻ ഏറ്റവും അവസാനം കേൾക്കുന്നത് പുടിൻ നേരിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നു, ഉക്രൈനുമായി സംസാരിക്കാൻ തയ്യാറാണ്. ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ അവിടെയും അമേരിക്കയുടെ മധ്യസ്ഥത റഷ്യ എടുക്കില്ല. അതൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, റഷ്യ പറയും. റഷ്യ അതിൻ്റേതായ രീതിയിലുള്ള ശക്തി തന്നെയാണ്. അതുകൊണ്ട് എത്ര മെലിഞ്ഞാലും ആന മെലിഞ്ഞാലും തൊഴുത്തി കെട്ടാനാവില്ലല്ലോ. അപ്പോൾ ട്രംപ് തൊഴുത്ത് തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് റഷ്യയെ ഉക്രൈനെ പിടിച്ച് കെട്ടാൻ. അത് നടക്കില്ല. അതുകൊണ്ടാണ് ഉഭയകക്ഷി ബൈലാറ്ററലിസം നടക്കുന്നു. പക്ഷേ ഒരു പ്രസക്തി അമേരിക്കയ്ക്ക് തുടർന്നും ലോക രാഷ്ട്രീയത്തിൽ സമാധാന പ്രക്രിയയിൽ പ്രസക്തി ഉണ്ട് എന്ന് തെളിയിക്കാനായി ട്രംപ് ശ്രമിക്കുമ്പോൾ ഓരോ തിരിച്ചടികൾ ഇങ്ങനെ ലഭിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ കാര്യത്തിലും അതേ തിരിച്ചടിയാണ് ലഭിച്ചിട്ടുള്ളത്.